അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനും സമൂഹത്തിനും വലിയ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയും അതിൻ്റെ വ്യാപനവും. ലഹരിക്കായി പണം കിട്ടാതായപ്പോൾ സ്വന്തം മാതാവിനെ കുത്തിക്കൊന്ന കുട്ടിയുടെ വാർത്ത അടുത്തിടെയാണ് നമ്മൾ ഞെട്ടലോടെ കേട്ടത്. ചെറിയൊരു ശീലമായി തുടങ്ങുന്ന ലഹരി പിന്നീട് വലിയൊരു അടിമത്തമായി മാറുന്നു. മദ്യം, മയക്കുമരുന്ന്, പുകയില, MDMA പോലുള്ള ലഹരി ശരീരത്തിലെ ലങ്സ്, ലിവർ, നെർവസ് സിസ്റ്റം, ബ്രെയിൻ തുടങ്ങിയ ഒട്ടുമിക്ക അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുകയും അതോടൊപ്പം തന്നെ മാനസിക വിഷാദം, ആത്മഹത്യാ പ്രവണത തുടങ്ങിയ അപകടകരമായ അവസ്ഥകളിലേക്കും എത്തിക്കുന്നു. ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 90-ാം വചനത്തിൽ അള്ളാഹു മനുഷ്യരെ ലഹരിയെക്കുറിച്ച് താക്കീത് ചെയ്യുകയും അത് പിശാചിൽ നിന്നുള്ളതാണെന്നും മനുഷ്യന് ദോഷകരമായ എല്ലാവിധ ലഹരികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ആവശ്യപ്പെടുന്നു. ഇന്ന് കുട്ടികളിൽ ലഹരി വ്യാപിക്കുന്നത് വലിയ ആശങ്കയാണ്. അതിനാൽ നമ്മുടെ കുട്ടികളോടുമായി തുറന്നു സംസാരിക്കുകയും അവരുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കുകയും വേണം. സന്തോഷം നേടാൻ ലഹരി ആവശ്യമില്ല. വ്യായാമം, ഹോബികൾ എന്നിവയിലൂടെ എല്ലാം നമുക്കത് നേടാൻ സാധിക്കും. ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.